കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ നമ്മൾ ഇന്നൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതും കണ്ണിമാങ്ങ അച്ചാർ കേട്ടോ. അതും നമ്മളൊരു വെറൈറ്റി ടേസ്റ്റിലാണ് കേട്ടോ ഇന്ന് നമ്മൾ അച്ചാറിനത്. അപ്പോൾ അധികം ദിവസം ഇട്ട് വെച്ചിട്ടുള്ളൊരു കണ്ണിമാങ്ങയൊന്നുമല്ല, നമ്മൾ 15 ദിവസം ഇട്ട് വെച്ചിട്ടുള്ളൊരു കണ്ണിമാങ്ങയാണ്. നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടുന്ന വീഡിയോസൊക്കെ ആദ്യമേ ഇട്ടിട്ടൊക്കെ ഉണ്ട്. മാങ്ങയും ഉപ്പും കൂടിയിട്ട് അങ്ങനെ ഒരു 15 ദിവസം നമ്മൾ ഈ ഗ്ലാസ് ബൗളിൽ ഇട്ട് വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു മാങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇടണേന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അത് ഞാനൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കുപ്പി തുറക്കണത്. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ വേണം കേട്ടോ നമ്മൾ ഈ മാങ്ങ ഇട്ട് വയ്ക്കാൻ. നായി കഴുകി തുടച്ച് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. കല്ലുപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതാ കണ്ടില്ലേ, വെള്ളമായിട്ടുള്ളത് നമ്മൾ ഈ കല്ലുപ്പ് അലിഞ്ഞു വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അച്ചാറിടണത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 ദിവസം തന്നെ ഇട്ട് വെച്ചിട്ടുള്ള നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കുലുക്കുമ്പോൾ കണ്ടാൽ നിറയെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇടണേന്ന് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. മാങ്ങയും ഉപ്പുവെള്ളം നമുക്ക് വേർതിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഈ കല്ലുപ്പിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ദേ തുണി വെച്ചിട്ട് നമ്മുടെ മാങ്ങ അതിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അരിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതേ വെള്ളവും മാങ്ങയും വെവ്വേറെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വെള്ളം ഇവിടെ ഇരിക്കട്ടെ, കളയണ്ട കേട്ടോ. അപ്പോൾ അതേ മാങ്ങ അതേ കുപ്പിയിൽ തന്നെ ഉണ്ട്. ആദ്യം തന്നെ ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ദേ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ അച്ചാറിന് എടുക്കാറ്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ എണ്ണ ചൂടായതിന് ശേഷം നമ്മളിതേ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. ഞാൻ ദേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സിമ്മിലിട്ട് വയ്ക്കണം, കൂട്ടിയിടരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ എല്ലാം തന്നെ നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മാങ്ങ ഉപ്പിലിടുമ്പോൾ ഈ മാങ്ങയുടെ ഞെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇളക്കിയെടുക്കുക. നല്ലൊരു മണമാണ് കേട്ടോ. കായും മുലുവേടിയും ഒക്കെ ഒരു നല്ല മണമാണ്. നമുക്ക് സിമ്പിളായി ഉണ്ടാക്കിയിട്ടുള്ളൊരു അച്ചാർ കേട്ടോ. പിന്നെ ഇട്ട് കൊടുത്തത് എന്താ അറിയോ, കടുക് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ മഞ്ഞത്തരി മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ. പിന്നെ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു വെള്ളമല്ലേ, ഉപ്പ് വെള്ളമല്ലേ, അപ്പോൾ കുറച്ച് ചാറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി കുറച്ച് വേണം, നമുക്ക് കഞ്ഞിക്കൊക്കെ കുടിക്കുമ്പോൾ ഒന്ന് തൊട്ട് അങ്ങനെ കഴിക്കാനൊക്കെ കുറച്ച് വേണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമൊന്നും ഇട്ട് വയ്ക്കാനുള്ളതൊന്നും മാങ്ങ ഞങ്ങൾക്ക് കിട്ടിയില്ല, കുറച്ച് തന്നെ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉള്ളതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ മാങ്ങ ഇട്ട് വെച്ച കുപ്പി നന്നായി കഴുകി തുടച്ചൊന്ന് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ചില്ലി ബോട്ടിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൂപ്പലൊന്നും അങ്ങനെ വരില്ല കേട്ടോ ഇതിലിട്ട് വെച്ചാൽ. ഒട്ടും വെള്ളം നനവ് പാടില്ല കേട്ടോ. നമ്മൾ എടുക്കണ പാത്രങ്ങളിലൊന്നും വെള്ളം നനവ് പാടില്ല. വെള്ളം നനവ് വന്നാൽ പെട്ടെന്ന് പൂപ്പൽ വരും. ഇത് 10 ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല, കുറച്ച് തന്നെയുള്ളൂ. അപ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല. എടുത്ത് വയ്ക്കാനും ഇരിക്കാനൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു അച്ചാർ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.